ആൽബർട്ട് മ്യൂസിയം എന്ന് പറയുന്നത് ഒരു ഗംഭീര സൃഷ്ടിയായിട്ടോ. അത് ഇപ്പോഴും പ്രിസർവ് ചെയ്തേക്കുന്നത് വളരെ ഗംഭീരമായിട്ടാണ്. കാരണം രണ്ട് സമയം പകലും രാത്രിയും ആ ബിൽഡിങ്ങിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ആർക്കിടെക്ചർ ഒരു ഇതുണ്ടല്ലോ, ആ ഭയങ്കര ഫീലാണ് കാണാനായിട്ട്. രാത്രി ആയി കഴിഞ്ഞാൽ അത് പല നിറങ്ങളിലേക്ക് ഇങ്ങനെ അതിങ്ങനെ ഗ്രാബ് ചെയ്ത് ഇങ്ങനെ ലൈറ്റ് മാറി മാറി വന്നതും അതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ഒരു വാസ്തുശില്പ ചാതുര്യമൊക്കെ ഗംഭീര സംഭവമാണ്. അവിടെ ശരിക്കും പറഞ്ഞത് മഹാരാജ റാം സിംഗിൻ്റെ കാലത്താണ്. അന്ന് അവിടെ ഒരു സായിപ്പന്മാരുടെ സഹായത്തോടെ തന്നെ, അതായത് അവർ വാസ്തുകല നിർവഹിച്ചിട്ടുള്ള ഒരു സംഭവം തന്നെയാണത്. അപ്പോൾ ആ സമയത്ത് ഇതൊരു മുസ്ലിം ശില്പിയായിരിക്കുന്ന മിർ തുജ്മുൽ ഹുസൈൻ്റെ സഹായത്തിലാണ് സാമുവൽ സിംസൺ ജേക്കബാണ് ഈ കെട്ടിടം രൂപകൽപ്പന ചെയ്തത്. ഇങ്ങനെ രണ്ട് പേര് കൂടിയാണ് ഇത് മഹാരാജ റാം സിംഗിൻ്റെ കാലത്ത് 1887 കാലഘട്ടത്തിൽ ഈ മ്യൂസിയം രൂപകൽപ്പന ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ ഒരു സിറ്റി ഹാളായിട്ട്, ഒരു ടൗൺ ഹാളായിട്ട് വെക്കാനാണ് റാം സിംഗ് ആഗ്രഹിച്ചിരുന്നത്. പിന്നീട് അവർ പിൻഗാമിയായിരുന്ന മധോ സിംഗ് രണ്ടാമൻ ഇതൊരു ടൗൺ ഹാളാക്കി പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ അവിടുത്തെ ഒരുപാട് കലാകാരന്മാരുടെ വർക്കും പിന്നെ അത് മ്യൂസിയം ആക്കാനായിട്ട് തീരുമാനിച്ചു. ഇത് ഒരു ഗാർഡൻ്റെ ഭാഗമായിട്ട്, രാംനിവാസ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് ഇത് വിപുലീകരിച്ച് അതിഗംഭീരമായിട്ടുള്ള ഒരു സൃഷ്ടിയുണ്ടോ. ഇത് 1876 ഫെബ്രുവരി 6 വെയിൽസ് രാജകുമാരൻ എന്ന നിലയിൽ നഗരം സന്ദർശിച്ച എഡ്വേർഡ് ഏഴാമൻ, അതായത് ആൽബർട്ട് എഡ്വേർഡ് എന്ന് പറഞ്ഞ ആ രാജാവിൻ്റെ, വെയിൽസിൻ്റെ രാജകുമാരനായിരുന്ന ആളുടെ പേരിലാണ് ഈ കെട്ടിടം ഇപ്പോൾ അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ കെട്ടിടത്തിന് ആൽബർട്ട് മ്യൂസിയം എന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ഒരുപാട് സൂനിയറുകൾ പല രാജ്യങ്ങളിലും പല രാജ്യക്കാർ അവിടെ സന്ദർശിക്കുമ്പോഴും അതുപോലെ തന്നെ പുറത്ത് ഇപ്പോൾ ഈ സായിപ്പന്മാർ പുറത്തുനിന്ന് വരുമ്പോഴൊക്കെ കൊണ്ടുവരുന്ന ഒരുപാട് സൂനിയറുകളുണ്ട്. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു ചുമതല അന്നത്തെ കേണൽ തോമസ് എച്ച് കെൻഡി എന്ന് പറഞ്ഞ ആൾക്ക് കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ ചുമതലയിലാണ് ഇവരുടെ ഈ പുരാവസ്തു സംഭവങ്ങളൊക്കെ ഇവിടെ ഒന്ന് ഇങ്ങനെ ജനങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ ഇത് ഇങ്ങനെ ഇവിടെ സംരക്ഷിക്കാനുള്ള ഒരു ഉദ്യമം ആരംഭിക്കുന്നത്. പിന്നീട് ഇവിടെ ഈ ഇത് കാണാൻ വരുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവാനായിട്ട് ഇവിടെ ഗൈഡുകളെയും പ്രത്യേകം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ട്രെയിനേഴ്സിനെയൊക്കെ വെച്ചിട്ട് ഇത് ഈ ടൂറിസത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയതും അന്നത്തെ കാലത്ത് തന്നെയാണ്. ഈ 1900 ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ഒരു ഗംഭീരമായിട്ടുള്ളൊരു മ്യൂസിയം അന്നേ ഇവിടെ റെഡിയാക്കി വെച്ചിരുന്നു. ഇവിടെ ഈജിപ്ഷ്യൻ മമ്മി മുതൽ ആനക്കൊമ്പ്, ലോഹശില്പങ്ങൾ, ക്രിസ്റ്റൽ സൃഷ്ടികളെല്ലാം കൂടി കൂട്ടി വലിയൊരു സംഭവം അത്. ഇവിടെ വലിയ പരവതാനിയും അതുപോലെ തന്നെ അന്നത്തെ കാലത്ത്, ഇന്നിപ്പോൾ അല്ലെങ്കിൽ ഇത്രയും നൂതന ടെക്നോളജിയിൽ വർക്ക് ചെയ്യണ പോലെയല്ല, അന്ന് കൈകൊണ്ട് മാത്രം നിർമ്മിച്ച വലിയ, അതായത് ഒരുപാട് ഒരു ഏരിയ മുഴുവൻ കവർ ചെയ്യാവുന്ന പരവതാനിയും കാര്യങ്ങളൊക്കെ അന്ന് നിർമ്മിച്ചൊക്കെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ കരകൗശല വസ്തുക്കൾ, സംഗീതോപകരണങ്ങൾ, വെടിക്കോപ്പുകൾ, തോക്കുകൾ, വാളുകൾ, യുദ്ധക്കോപ്പുകൾ, അതുപോലെ അന്നത്തെ കാലത്തെ പട്ടാളക്കാരെങ്ങനെ ഇരിക്കണേ, ഭടന്മാരെങ്ങനെ ഇരിക്കണേ, അതുപോലെ തന്നെ അന്നത്തെ ആയുധ ശേഖരങ്ങളുടെ കളക്ഷൻസ്, അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ പുരാതന എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ആൽബർട്ട് മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും. അന്ന് പിന്നെ ഇവിടെ സന്ദർശിച്ചിട്ടുള്ള ഈജിപ്റ്റ് ആയിക്കോട്ടെ, ചൈന ആയിക്കോട്ടെ, നേപ്പാൾ, അങ്ങനെ ബുദ്ധൻ്റെ പ്രതിമ, അങ്ങനെ എല്ലാ ഈ ലോകത്ത് ഉള്ള ആളുകൾ വന്നു പോയിട്ടുള്ള എല്ലാ സഞ്ചാരികളും കൊടുത്തിട്ടുള്ള മൊമെൻറ്റോസ്, സൂനിയേഴ്സ് എല്ലാം ഇവിടെ ഭദ്രമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്നും തലമുറയ്ക്ക് കാണാവുന്ന രീതിയിൽ. പിന്നെ ഇവിടെ ഒരുപാട് ശില്പങ്ങളും അതുപോലെ പുരാവസ്തു സംഭവങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചതെങ്കിലും ഒക്കെ പകുതി നാശിച്ചു പോയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് നാശമായിട്ടും അതിൻ്റെ കുറേ ഭാഗങ്ങൾ കടന്നു പോയിട്ടുള്ളതൊക്കെ ഇവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മെയിനായിട്ടും ഇവിടെ കുറേ അധിനിവേശ ശക്തികൾ വരുന്ന സമയത്ത് പല ക്ഷേത്രങ്ങളും മുൻകാലങ്ങളിലുള്ള ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ക്ഷേത്രങ്ങളിലെയും അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ശില്പങ്ങൾ, സംഭവങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ പറയുമ്പോൾ മുഗളന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ പേർഷ്യൻസ് അവിടുന്ന് വന്നിട്ടുള്ള അവരെ മാത്രമല്ല കേട്ടോ, മുസ്ലിംസിൻ്റെ സംഭവം അല്ല ഞാൻ പറയുന്നത്. ആ രീതിയിൽ എടുക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പരസ്പരം ഈ രാജാക്കന്മാർ തമ്മിൽ പോലും, അതായത് ഹിന്ദു രാജാക്കന്മാർ തമ്മിൽ പോലും യുദ്ധങ്ങൾ വരാറുണ്ട്. മറാത്തയും ഇവർ അങ്ങനെ അവരൊക്കെ ആയിട്ട് അങ്ങോട്ട് യുദ്ധങ്ങൾ വരുമ്പോഴും ഇതൊക്കെ തന്നെ സംഭവിക്കും. മുസ്ലിംസും അങ്ങോട്ടും പരസ്പരം തമ്മിൽ ഇത് ചെയ്തിട്ടാണ് അവരും ഈ രാജ്യങ്ങളൊക്കെ വെട്ടിപ്പിടിക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ ഈ മതപരമായിട്ട് പറയും മുഗളന്മാർ മുസ്ലിങ്ങൾ വന്ന് ഹിന്ദുക്കളുടെ മേലെ അധിനിവേശം നടത്തി, മറ്റേ ബ്രിട്ടീഷുകാർ വന്ന് ക്രിസ്ത്യൻസിൻ്റെ ബേസിൽ അവർ വന്ന്, അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ. അധികാരം മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. മതവും സംഭവങ്ങളൊന്നുമില്ല. മുസ്ലിങ്ങളെ തന്നെ അധിനിവേശം ചെയ്തിട്ടുണ്ട്. മുഗളന്മാർക്ക് മുമ്പ് ഉണ്ടായ ഖിൽജി മറ്റേ ടീമുകൾ അവരെയൊക്കെ ഇത് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ പേർഷ്യൻസ് വന്നിട്ടാണ് മുഗളന്മാരെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇറാനികൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ മറാത്തകളും മറ്റേ സിഖ് വംശജരും അതുപോലെ തന്നെ രജപുത്രന്മാരും അവരും കയറി ഇത് പരസ്പരം യുദ്ധം ചെയ്തിട്ടുണ്ട്. അതുപോലെ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ബ്രിട്ടീഷുകാരെല്ലാവരായിട്ടും ബ്രിട്ടീഷുകാരിൽ തന്നെ പോർച്ചുഗീസുകാർ വന്നിട്ടുണ്ട്, ഡച്ചുകാർ വന്നിട്ടുണ്ട്, ഫ്രാൻസിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരും പരസ്പരം അടിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ അങ്ങനെ എല്ലാവരും മതമായിട്ട് എടുക്കും. മതപരമായിട്ടല്ല, അല്ലാതെ ഇവർ പരസ്പരം യുദ്ധം ചെയ്യുമ്പോഴും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അന്നുണ്ടായ പുരാതനമായിട്ട് ഇവിടെ ഉണ്ടായ സംഭവങ്ങൾ കൂടുതലും ഹിന്ദു ക്ഷേത്രങ്ങളും ഹിന്ദു ശില്പങ്ങളും ആ ഒരു ശില്പങ്ങളുടെ കളക്ഷൻസ് ആയിരിക്കും കൂടുതൽ അങ്ങനത്തെ ക്ഷേത്രങ്ങളും. കാരണം നൂറ്റാണ്ടുകളുടെ 2000-3000 ഇത്ര 10,000 വർഷങ്ങൾക്കും പോലും ഇവിടെ
ഇതിൻ്റെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ, നശിപ്പിക്കപ്പെട്ടു പോയതിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ അമ്പലങ്ങൾ ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നത് തന്നെ വേറെ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല. മിക്കവാറും രാജ്യങ്ങളുടെ രാജാക്കന്മാർ മിക്കവാറും അവരുടെ സ്വത്തുക്കളും അവരുടെ ഒരു സംഭവം, അവരുടെ ഒരു കുടുംബ ഇതുണ്ടാവും, അവരൊരു ദേവനുണ്ടാവും. ആ ദേവനെ പ്രീതിപ്പെടുത്തുക, അല്ലെങ്കിൽ ദേവനെ ഇത് ചെയ്യുക, അതിനെയാണ് അവരവിടെ അവരുടെ വിജയമായിട്ട്, അല്ലെങ്കിൽ അവരുടെ സംരക്ഷിക്കുന്നത് അങ്ങനെയാണ്. ഓരോ യുദ്ധം കഴിയുമ്പോഴും ഓരോ ക്ഷേത്രം പണിയുന്ന രാജാക്കന്മാരെ മിക്കവാറും. അപ്പോൾ അവരൊരു വിജയസ്തംഭമായിട്ടാണ് ആ ക്ഷേത്രങ്ങളെ കാണുന്നത്. അപ്പോൾ ആ ക്ഷേത്രത്തെ പിടിച്ചെടുക്കുമ്പോഴാണ് ആ രാജാവ് തോൽക്കുന്നത്. അതായത് അവർ വിജയസ്തംഭമായിട്ട് വെച്ചേക്കുന്നത് വലിയൊരു ക്ഷേത്രമായിരിക്കും. അന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു ഒരു ഉന്നതിയിലുള്ള സംഭവമായിരിക്കും. അതിനെ പിടിച്ചെടുക്കുന്നവൻ ആരോ അവരാണ് ജയിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിനൊക്കെ നാശനഷ്ടങ്ങൾ വരും, ഇതിൻ്റെ ശില്പങ്ങൾക്ക് അപജയങ്ങൾ സംഭവിക്കും, അങ്ങനെ സംഭവിക്കുന്നതാണ്. അതിപ്പോൾ ഹിന്ദുക്കൾ തന്നെ ആണോന്നില്ല, ചിലപ്പോൾ മുസ്ലിം അല്ലെങ്കിൽ മുഗളന്മാരായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കാം. അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. അല്ലാതെ തിരിച്ചും മുഗളന്മാരിതും അടിച്ച് തകർത്ത് മറ്റവരും കയറി ഇത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ശിവാജി ഇതും ഔറംഗസീബായിട്ടുള്ള പ്രശ്നങ്ങളും അതൊക്കെ അറിയാലോ. ആ സമയത്ത് ഈ പറഞ്ഞ ഔറംഗസീബിന് ശേഷം മറ്റുള്ള മുഗളൻ രാജാക്കന്മാരൊക്കെ വളരെ അതായത് ഒട്ടും തന്നെ ഫലമില്ലാത്ത ആളുകളെ പോലെയാണ്. അപ്പോൾ അവരെ കടിച്ചു നിർത്തി മറാത്തകളൊക്കെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ കോട്ടകളെല്ലാം അടക്കി ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവർ നശിപ്പിച്ചിട്ടില്ല എന്ന് പറയാം. കാരണം നമുക്കത് കാണാൻ പറ്റും സാധിക്കും. പക്ഷേ അവിടെ നിന്നുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ പലതും അവർ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അവരെന്നല്ല, ബ്രിട്ടീഷുകാരാണ് ഏറ്റവും കൂടുതൽ അറിയാലോ. ബ്രിട്ടീഷുകാരൊക്കെ കംപ്ലീറ്റ് സാധനങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ട്, വില പിടിച്ചൊക്കെ അവർ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത്ര വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും കുറേയൊക്കെ ശില്പങ്ങളും അതിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളും ദേവശില്പങ്ങൾ, അതായത് ക്ഷേത്ര നിർമ്മിതികളായിട്ടുള്ള ശില്പങ്ങൾ ഒരുപാട് ഇവിടെ സംരക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്ന സംഭവമാണ് ഇവിടുത്തെ കുറേ പഴയ ഗ്രന്ഥങ്ങൾ, ലിഖിതങ്ങൾ, അതുപോലെ പഴയ ഈ മാപ്പ് പോലുള്ള സംഭവങ്ങൾ. ഇങ്ങനെ 2 നിലയിലായിട്ടാണ് കേട്ടോ ഈ മ്യൂസിയം ഇങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്. ഇതിലെ കുറേ ഭാഗങ്ങളൊക്കെ ഇപ്പോഴും റെനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പണ്ട് ഉപയോഗിച്ചിരുന്ന എഴുത്ത് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം തന്നെ ഇവിടെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. അന്നത്തെ കാലത്തെ സന്ദേശങ്ങൾ അയക്കുന്നതും ഇതിലും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളും നമുക്കിവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണാൻ സാധിക്കും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രിയുള്ളൊരു ആംബിയൻസ് ആസ്വദിക്കാൻ വേണ്ടി വീണ്ടും വണ്ടി എടുത്തിട്ട് ഇതിങ്ങനെ ഒരുപാട് വൈഡായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് നമുക്കിതിങ്ങനെ കണ്ടു തുടങ്ങാൻ പറ്റും. ഇതിങ്ങനെ സ്ട്രെയിറ്റ് ഒരു വേയിൽ ഇങ്ങനെ നടുക്കായിട്ട് റോഡിൽ നടുക്കിരിക്കുന്ന ഒരു വലിയൊരു കെട്ടിട സമുച്ചയമായിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ പോയ ബാപ്പു മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് തിരിയുന്ന ഭാഗത്തുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ വിസിബിളായിട്ട് ഒരു പൊട്ട് പോലെ, ഒരു വെളിച്ചത്തിൻ്റെ ഒരു പൊട്ട് പോലെ അങ്ങ് അകലെ നമുക്ക് കാണാൻ പറ്റും. ഒരു 2-3 കിലോമീറ്റർ ദൂരെ സ്ട്രെയിറ്റ് ആയിട്ട് കാണാൻ പറ്റും. അവിടുന്ന് ഇങ്ങനെ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ ഒരു വെണ്ണക്കൽ ശില്പം പോലെ നിൽക്കുന്നത്, അതിനെ ലൈറ്റ് ചെയ്തിട്ട് പല വർണ്ണങ്ങളിലേക്ക്, ഇതിപ്പോൾ ലൈറ്റിങ്ങാണ്, അപ്പോൾ പല വർണ്ണങ്ങളിലേക്ക് അത് കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിൽ ആ കെട്ടിടത്തിൻ്റെ സൗന്ദര്യം, അതിൻ്റെ ഒരു നിർമ്മിതിയുടെ ആ ഒരു സംഭവം, അത് ഭയങ്കര ഫീൽ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയാണ്. അതിവിടെ വന്ന് കണ്ട് ആസ്വദിക്കുമ്പോഴാണ്, നമ്മൾ വീഡിയോ കാണുന്നേക്കാളും ഫീലാണ് നമ്മൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഈ ബിൽഡിങ് കണ്ട് ആസ്വദിക്കുമ്പോൾ ഒരു ഫീൽ, അതും വല്ലാത്തൊരു ഫീലാണത്. ഇവിടെ മസാല ചൗക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. നമ്മൾ ഇന്നലെ സ്ട്രീറ്റ് ഫുഡ് കുറേ ആസ്വദിച്ചു കൊടുത്തത് ജയ്പൂരിൻ്റെ. അപ്പോൾ ഇതിന് വേണ്ടി ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ളൊരു സംഭവമാണ്. അത് ഇവിടെ ഫുഡ് മാത്രമേ ഉള്ളൂ, ഒരു ഏരിയ ഫുഡ് മാത്രമായിട്ട് ഒരു കുറേ കൗണ്ടറുകളായിട്ട് സ്ഥാപിച്ചിട്ട് ഫുഡ് എൻജോയ് ചെയ്യുക, നോർത്ത് ഇന്ത്യ ഫുഡ് ആസ്വദിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ വന്ന ഒരു മസാല ചൗക്ക് ഒരിക്കലും വിട്ടുകളയരുത്. കാരണം അതുമാതിരി ഭക്ഷണ വൈവിധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമാണ്. നമ്മൾ കണ്ടിട്ടുള്ളത് കേട്ടിട്ടുള്ളതുള്ള ഭക്ഷണ സാധനങ്ങൾ തന്നെയാണ്. ഒരുപാട് ചാട്ടുകളും അതുപോലെ തന്നെ ബേൽപൂരി ആന സംഭവങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ ചായകൾ, മസാല ചായകൾ, അതുപോലെ അവിടുത്തെ ഒരു രീതിയിലുള്ള ഫുഡ് ഐറ്റംസ്, ഫലൂഡകൾ, ജ്യൂസുകൾ, ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ഒരുപാട് ഐസ്ക്രീംസ് വെച്ചിട്ടുള്ള
സംഭവങ്ങൾ പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഒറ്റ കുടക്കീഴിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ നമ്മളിപ്പോൾ ലുലുമാളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ മുകളിൽ ഫുഡ് കോർട്ട് ഉണ്ടല്ലോ, പക്ഷേ അത് അതിൻ്റേതായിട്ടുള്ളൊരു ഇതിലുണ്ടാക്കിയാണല്ലോ. പക്ഷേ ഇത് കുറച്ചും കൂടി സാധാരണക്കാർക്കും നമ്മൾ അവിടെയൊക്കെ പോയി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ലുലുവിലൊക്കെ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ കുടുംബം പണയം വെച്ചിട്ട് പോകണമെങ്കിൽ ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇതോടെ ഭക്ഷണ വൈവിധ്യങ്ങൾ ഇത്ര ഉണ്ടെങ്കിലും വളരെ മിതമായ റേറ്റിൽ ഏത് സാധാരണക്കാരനും കഴിക്കാവുന്ന വിലയിലും അതുപോലെ നമുക്ക് ആസ്വദിക്കാവുന്ന രീതിയിലുമാണ്. ഈ കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര ലക്ഷറി അല്ലെങ്കിൽ കണ്ടുകഴിഞ്ഞാൽ ഒരു മൊത്തം ഭയങ്കര കണ്ണം ജീവിക്കുന്ന സംഭവമായിട്ട് തോന്നുമെങ്കിലും ഇവിടുത്തെ ഫുഡ് ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അതും വല്ലാത്തൊരു ഫീലാണ്. നമ്മുടെ പോക്കറ്റ് കാലിയാവാതെ നമുക്ക് ഫുഡ് ഇവിടെ ആസ്വദിക്കാൻ സാധിക്കും. ഇതിന് ഒരുപാട് ഐറ്റം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം മേടിക്കാനും പറ്റില്ല, കഴിക്കാനും പറ്റില്ല. എന്നാലും നമ്മൾ മാക്സിമം ഇത് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കാണ്ട. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഫീലുള്ളൂ. നമ്മളിവിടെ ഇപ്പോൾ ഓരോ ഷോപ്പിലും നോക്കുമ്പോൾ വലിയ തിരക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ ഈ കൗണ്ടർ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയാണ്. അപ്പോൾ ഒരു കടയിലെ തിരക്ക് ഇല്ലയെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ തിരക്കില്ലാന്ന് വെച്ചാൽ നമ്മൾ ഈ ആൾക്കൂടുതലേക്ക് നോക്കുമ്പോഴാണ് ഇവിടെ എത്രമാത്രം ജനങ്ങളുണ്ടെന്ന് മനസ്സിലാവുന്നത്. കാരണം ഇത്രമാത്രം ഷോപ്പുകളുള്ളതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്പിലും അങ്ങനെ വലിയ റഷ് ഫീൽ ചെയ്യില്ല. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ജനസമുദ്രമാണ് ഇവിടെ. ഒരുപാട് ഫാമിലീസാണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത്. എനിക്ക് അതിശയം തോന്നി. കാരണം ഞാൻ വിചാരിച്ച ടൂറിസ്റ്റുകളും അല്ലെങ്കിൽ വിദേശ സ്വദേശിയായിട്ടുള്ള ആൾക്കാർ ടൂറിസ്റ്റുകളായിരിക്കും കൂടുതൽ വെച്ചത്. പക്ഷേ ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം എന്തോരം ഫാമിലീസാണെന്ന് പറഞ്ഞാൽ ഇവിടെ അവർക്ക് ഇതിൻ്റെ പുറത്ത് കാറുകൾ എടുക്കണമെന്നറിയാം. ഇവിടുത്തെ ഈ ജയ്പൂർ ഭാഗത്തെ ഏറ്റവും വലിയൊരു ഫുഡ് സ്ട്രീറ്റ് തന്നെയാണ് ഇത്. ഇവിടെ ഫാമിലി ആയിട്ട് വന്ന് എല്ലാ ആളുകളും, കുട്ടികളും ചെറിയ മക്കൾ തുടങ്ങി ഏറ്റവും പ്രായമായിട്ടുള്ള ആൾക്കാർ വരെ ഇവിടെ വന്ന് ഭക്ഷണം ആസ്വദിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഫീൽ വന്നിട്ടോ. നമ്മൾ പലപ്പോഴും ഈ നോർത്ത് ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നോർത്ത് ഇന്ത്യയെക്കുറിച്ചൊരു നെഗറ്റീവ് ഇതിലുള്ള ഇവിടെ ഭയങ്കര സേഫ് കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മൾ അതൊക്കെ ഇവിടെ ഇല്ലയെന്ന് പറയണില്ല. പക്ഷേ നമ്മൾ കണ്ടിടത്തോളം വേറൊരു ഫീലാണ്, വേറൊരു ലൈഫാണ് ഇവിടുത്തെ ആളുകൾ കാര്യങ്ങളൊക്കെ. ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് നോർത്തല്ല ഞാനിപ്പോൾ കാണുന്നത്. ഇവിടെ വളരെ ഹാപ്പി ആയിട്ട് വളരെ ആളുകൾ മിങ്കിൾ ചെയ്ത് പരസ്പരം നല്ല വൈബോട് കൂടിയിട്ടുള്ള ഒരു സമൂഹത്തിൽ തന്നെയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് വേറെ ഒരു സേഫ്റ്റി പ്രശ്നമോ കാര്യങ്ങളൊന്നും ദൈവം സഹായിച്ച് ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്ക് നാളെ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഇതുവരെ വളരെ വൈബായിട്ടുള്ള ഒരു സ്ഥലങ്ങളാണ് പല സ്ഥലങ്ങളും കണ്ടത്. ഇവിടെ ആയാലും വളരെ ജെൻറ്റിലായിട്ടുള്ള മനുഷ്യരും, എന്നാൽ ഭയങ്കര ക്ലാസ് സ്ഥലമല്ല. ഇവിടെ ലോക്കൽസും കാര്യങ്ങളും വളരെ ചീപ്പ് റേറ്റിന് കിട്ടുന്ന ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ കഴിക്കാൻ തന്നെയാണ് ഈ കാണാവുന്ന ആളുകളൊക്കെ വളരെ മാന്യമായിട്ട് വന്ന് ഈ ഇവിടേക്ക് ഇരുന്നിട്ട് ഇതൊക്കെ ആസ്വദിച്ചിട്ട് പോകുന്നത്. കാണുമ്പോൾ പ്രത്യേക പോസിറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ. എങ്ങനെയുണ്ട്? നൈസ് വൺ. നോക്ക് സ്മോൾ അല്ല, ആ സ്മോൾ എന്താ കളം മാടി പൂക്കളടിച്ച്. പക്ഷെ ആ തീ അത്ര വീഡിയോ എടുക്കാൻ പറ്റിയിട്ടേ. कितना 40 रुपये. ചായ കുടിക്കുമ്പോൾ അതിൽ കുലിക്കുകയാണ് സുഹൃത്തുക്കളെ. എൻ്റെ കളറ് നല്ല രസം. മുളക് ആണോ അത്? എരിവില്ലല്ലോ. തന്തൂരി ചിക്കൻ ഉണ്ടാക്കത്തില്ലേ? ആ, അതിൻ്റെ മസാല. ടിക്ക ജയ്പൂരി എഗ്ഗിൻ്റെ എഗ് റോള് അത് മാത്രമേ. ഇത് കളറ് ഭയങ്കര അട്രാക്റ്റീവാ. അതാണ് സംഭവം. അന്വേഷിച്ച് നിൽക്കുന്ന അങ്ങനെ ഫുഡ് എക്സ്പ്ലോറേഷൻ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ റൂം എത്രക്കാലം പോയപ്പോഴും വീണ്ടും ഞങ്ങൾക്ക് വിശപ്പായിട്ട് എന്താണെന്നറിയില്ല. ഒരുപാട് നടന്ന് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞങ്ങൾ ഈ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു പിസ്സ കടയിൽ കയറി. വളരെ സാധാരണ ഒരു പിസ്സ, ചെറിയൊരു അവിടെ ലോക്കൽ പിസ്സ കടയാണ്. അപ്പോൾ അവിടെ കയറി പിസ്സയും ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ദോശ വാങ്ങിച്ചാൽ ആകെ മൂഞ്ചി പോയി. പക്ഷേ പിസ്സയും സാധനങ്ങളൊക്കെ വളരെ ടേസ്റ്റിയാണ്. അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് സൗത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കിയാൽ നമുക്ക് അത്ര ഫീൽ കിട്ടില്ല. ഞാനിപ്പോൾ 2-3 സ്ഥലത്തുനിന്ന് സൗത്ത് ഇന്ത്യൻ ഫുഡ് അവിടെ കഴിച്ചു നോക്കി. അതായത് നമ്മുടെ വട, ചായ, പിന്നെ അതുപോലെ തന്നെ മസാല ദോശ ഐറ്റംസൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മുടെ ഒരു തമിഴ്നാട്ടിലെയോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെയോ ആന്ധ്രയിലോ ഒക്കെ ഉള്ളൊരു ഒരു രസം നമുക്ക് നോർത്തിൽ ചെന്നിട്ട് കഴിക്കുമ്പോൾ ദോശയ്ക്കോ അതിന് കിട്ടില്ല. പക്ഷേ നോർത്തിലെ ഫുഡ് അവിടെ നമ്മുടെ ഈ കേരളത്തിൽ പാനിപൂരി സംഭവങ്ങളൊക്കെ കേരളത്തിൽ കഴിക്കുമ്പോഴും നമുക്ക് നോർത്ത് ഫുഡ് കഴിക്കണമെങ്കിലും ടേസ്റ്റാണ് കേരളത്തിലെ നോർത്ത് ഫുഡ്. അതായത് ഇവിടെ പാനിപൂരി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴും ചാട്ടോ ബേൽപൂരിയോ കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അത് നമ്മുടെ ടേസ്റ്റിൻ്റെ ആയിരിക്കാം. അവർക്കത് ഓക്കെയാണ്. എന്തായാലും അവിടെ അത് സക്സസ് ആയതുകൊണ്ടുള്ള അവരിതൊക്കെ നടത്തുന്നത്.
അടുത്ത വീഡിയോയിൽ, അതായത് നാളത്തെ വീഡിയോ, നാളെ നമ്മൾ കാണാൻ പോകുന്നത് അതിഗംഭീരമായിട്ടുള്ള ചരിത്ര നിർമ്മിതിയാണ്, ചരിത്ര സൃഷ്ടിയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ജോധാബായിനെ അറിയില്ല, ജോധ അക്ബർ, അതായത് അക്ബർ ചക്രവർത്തിയുടെ ഒരു ഭാര്യ ഹിന്ദുവാണ്, അതായത് ജോധ. ആംബർ സിറ്റി, ആംബർ പാലസ്, അത് ആരവല്ലി ഹിൽസിൻ്റെ ഇതിൽ തന്നെ വേറെ 1-2 കോട്ടയം പാലസൊക്കെ ഉണ്ട്. അപ്പം ഈ ആംബർ പാലസിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത്